ആദ്യം തന്നെ 5 കാടമുട്ട പുഴുങ്ങാൻ വെക്കണം. 2 സവാള നീളത്തിൽ അരിഞ്ഞത്, 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ തിരുമ്മി യോജിപ്പിക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, നുറുക്കിയ കറിവേപ്പില, 3 ടീസ്പൂൺ മൈദപ്പൊടി, 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് ആ സവാളയുടെ വെള്ളത്തിൽ തന്നെ നല്ലപോലെ മിക്സാക്കി എടുക്കണം. അതിനുശേഷം കാടമുട്ട പുഴുങ്ങിയത് തൊലി കളഞ്ഞെടുത്തിട്ട് ഈ സവാള കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തി എല്ലാ സവാളയും കുറേശ്ശെ ഇങ്ങനെ പരത്തി വെക്കണം. എന്നിട്ട് കാടമുട്ട ഓരോന്നും പകുതിയാക്കിയിട്ട് ഇതേപോലെ കമിഴ്ത്തി വെച്ച് കൊടുക്കണം. വീണ്ടും കുറച്ച് സവാള കൂടി അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ പൊതിഞ്ഞെടുക്കണം. എന്നിട്ട് കൈവച്ച് ഒന്ന് ഉരുട്ടി നല്ലൊരു ഷേപ്പാക്കി എടുക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇത് ഓരോന്നും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.